സുഹൃത്തുക്കളെ, കുഞ്ചാക്കോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇറക്കിയ പൈസ ഇനിയും കിട്ടിയിട്ടില്ല. ഇനിയും 2 കോടിയോളം കിട്ടാൻ തന്നെയാണ്, ലാഭകരമല്ല എന്നാണ് നിർമ്മാതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു നിർമ്മാതാക്കൾ ഇതിന് മുന്നോട്ട് വെച്ചപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്താണ്. ഇങ്ങനെയാണെങ്കിൽ സിനിമ എങ്ങനെയാണ് ഇവർക്ക് ലാഭമാവുന്നത്? എത്ര നിർമ്മാതാക്കളുടെ കാശാണ് പോകുന്നത്? നിർമ്മാതാക്കളൊക്കെ വീടും കുടുംബമൊക്കെ വിറ്റ് പട്ടിണി പരിപാടി ജീവിക്കേണ്ടി വരുമല്ലോ. നിർമ്മാതാക്കളൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് പറയുന്നൊരു വലിയ പ്രശ്നമാണല്ലോ എന്നൊക്കെ എനിക്ക് വിചാരിച്ചു പോരുത്. കാരണം ഇവരെ കണക്കട് പുറത്തുവിട്ടിരിക്കുക. കഴിഞ്ഞ തവണ ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത പടങ്ങൾ 10,000 രൂപ പോലും കിട്ടാത്ത പടങ്ങളുണ്ട്. 1.5 കോടി എങ്ങാണ്ട് മുടക്കിയ പടത്തിന് 10,000 രൂപ പോലും കിട്ടിയില്ലെന്ന് പറയുന്നത്. ഇതൊക്കെ അവിടെ കിടക്കട്ടെ. എന്റെ ഒരു വലിയ കൺഫ്യൂഷൻ ഞാൻ പറയുന്നത്, ഇതിനൊക്കെ എതിർത്തുകൊണ്ട് നമ്മുടെ കുഞ്ചാക്കോബൻ ഇപ്പൊ വന്നിട്ടുണ്ടോ? കുഞ്ചാക്കോബൻ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്റെ കാര്യം പറയാം. എന്തായാലും നിർമ്മാതാക്കളുടെ സംഘടന പറയുന്ന കള്ളം. ഓഫീസ് ഓൺ ഡ്യൂട്ടി റിലീസ് ചെയ്ത് 3-ാം ദിവസം ലാഭത്തിലേക്ക് കടന്നു പറയുന്നത്. പൊന്നു സുഹൃത്തുക്കളെ, ആ 3-ാം ദിവസം കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഓഫീസ് ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന പടം തിയേറ്ററിൽ നിന്ന് പോയിട്ടില്ല. കേരളത്തിൽ തിയേറ്ററിൽ നിന്ന് നേടിയത് 30 കോടി രൂപയാണ്. ഇത് പറഞ്ഞത് വേറെ ആരല്ല, കുഞ്ചാക്കോ ബോബൻ തന്നെയാണ്. ഇനി കുഞ്ചാക്കോ ബോബന്റെ ഒരു ഇന്റർവ്യൂ കൂടി പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: OTT സാറ്റലൈറ്റ് ബിസിനസ്സുകാർ ബിസിനസ്സുകൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ആരാണ് അതിന് കാരണക്കാർ? നിർമ്മാതാക്കൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണത്. ഇത്തരം കച്ചവടങ്ങളുടെ മാനദണ്ഡം 3 കാര്യങ്ങളാണ്. 1, താരങ്ങളുടെ സാന്നിധ്യം; 2, സംവിധായകനും തിരക്കഥാകൃത്തും ഉൾപ്പെടെയുള്ള സാങ്കേതിക പ്രവർത്തകരുടെ മുൻകാല ചിത്രങ്ങളുടെ വിജയക്കണക്ക്; 3, സിനിമകളുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി. താരങ്ങളെ ഗസ്റ്റ് അപ്പിയറൻസിൽ കൊണ്ടുവന്നിട്ട് അവർ നായകന്മാരാണെന്ന് പറഞ്ഞ് കൂടുതൽ തുകയ്ക്ക് ഡിജിറ്റൽ കച്ചവടം നടത്തി പറ്റിച്ചത് ആരാണ്? 10 കോടിയുടെ പടം എന്ന് പറഞ്ഞിട്ട് 3 കോടിയുടെ ക്വാളിറ്റി ഇല്ലാത്ത പടം പിടിച്ച് ഡിജിറ്റൽ പാർട്ട്നേഴ്സിനെ പറ്റിച്ചത് ആരാണ്? ആരൊക്കെയാണ്? വലിയ പിടുത്തമില്ല. അവരവരുടെ വിശ്വാസം കളഞ്ഞു കുളിച്ചത് അവർ തന്നെയാണ്. അതുകൊണ്ടാണ് ക്വാളിറ്റിയുള്ള ചിത്രങ്ങളുമായി ചെന്നാൽ പോലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ സിനിമകൾ വാങ്ങാത്തത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും താരങ്ങൾ ശമ്പളം കുറയ്ക്കണമെന്ന് പറയുന്നത് ന്യായമല്ലേ? പരാതി പറയുന്ന നിർമ്മാതാക്കൾ ഇത്തരത്തിൽ ഞാൻ സൗജന്യമായി അഭിനയിക്കാം, കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ വരുമാനവും അവരെടുത്തോട്ടെ, കേരളത്തിന് പുറത്തെയും വിദേശത്തെയും കളക്ഷനും OTT സാറ്റലൈറ്റ് തുടങ്ങിയ വകയിൽ കിട്ടുന്ന പണവും എനിക്ക് തന്നാൽ മതി. അങ്ങനെ കിട്ടുന്ന തുക ഇവർ കണക്കിൽ കൂട്ടുന്നില്ല. ഇതാണ് കുഞ്ചാക്കോ ബോബൻ ഇതിന് കൊടുത്ത അതിഗംഭീരമായിട്ടുള്ള ഒരു മറുപടി. എൻ്റെ ഒരു വലിയ കൺഫ്യൂഷൻ, സിനിമകളൊക്കെ പൊട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഈ നിർമ്മാതാക്കൾ എന്ന് പറയുന്നത് ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് പൈസ ഇറക്കുന്ന ആളുകളല്ല. ഇവർക്ക് എത്രയോ കാലമായിട്ട് അവരുടെ മുമ്പിലേക്ക് വരുന്ന തിരക്കഥകളും കഥകളൊക്കെ അവർക്കറിയാം. അപ്പൊ ഇത്രയോ കാലമായി ഒരു കഥ വായിച്ചിട്ട് ഈ ഒരു കഥ വിജയിക്കുമോ ഇല്ലാതിരിക്കുമോ എന്ന് പറയുന്ന ഒരു സാമാന്യ ധാരണയിലേക്ക് പോലും എത്താത്ത, അല്ലെങ്കിൽ ഏറ്റവും പുതുതായിട്ട് അഭിനയിക്കാൻ ലെവലേശം പോലും അറിയാത്ത ആളുകളൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ സ്റ്റില്ലായിട്ട് ഇപ്പൊ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരൊക്കെ അവർക്ക് നേരം പോലെ സിനിമ അഭിനയം എന്ന് പറയുന്ന സാധനം 4 അയലത്ത് വരാത്ത കുറെ ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അത്തരം ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സിനിമ ഉണ്ടാക്കി 2 കോടിയൊക്കെ ചെലവഴിച്ച് സിനിമയും പൊട്ടി കുടുംബം വഴിയാതാരായി ജീവിക്കേണ്ട അവസ്ഥ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ നിർമ്മാതാക്കൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഒരു തിരക്കഥ വായിച്ചിട്ട് എന്തായിരിക്കും അതിന്റെ ഭാവി അവസ്ഥ എന്ന് പോലും ഒരു മുൻകൂട്ടി ചിന്താശേഷി പോലും ഇല്ലാത്ത ആളുകൾ സിനിമ പിടിക്കാൻ നടന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നില്ല. എന്തായാലും നിർമ്മാതാക്കൾ പറയുന്നത് ഒരു പച്ചക്കള്ളമാണ്. ഇവിടെ സിനിമ വിജയിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് OTT അതിന്റെ ഭാഗമായിട്ടുള്ള പൈസയെങ്കിലും ഇവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കുഞ്ചാക്കോ ബോബൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഗംഭീര ആശയം കേട്ടോ. എന്താ സുഹൃത്തുക്കളെ, സംഗതി ഇങ്ങനെയൊക്കെയാണ്. ബൈ.